ഹായ്, അപ്പോൾ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ വീഡിയോ ഉണ്ട് ഇത്. ഞാനും ഏട്ടായും കൂടി ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങിയേട്ടാ. ഏറ്റവും ആദ്യം തന്നെ പോയത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. അവസാന നിമിഷമാണ് ഇതൊക്കെ മേടിക്കണമെന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ ദേ ഏറ്റവും ആദ്യം പോയി പച്ചക്കറി മേടിക്കാൻ നിന്നപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആ ചേച്ചിയുടെ ഒരു സ്നേഹപ്രകടനം കണ്ടപ്പോഴില്ലേ, മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ ദേ അവിടെ നിന്ന് പച്ചക്കറിയും വാങ്ങി ഞങ്ങൾ ഇറങ്ങിയേട്ടാ. അത്യാവശ്യം വീട്ടിലെല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ പച്ചക്കറിയും വാങ്ങിയ ശേഷം പിന്നെ അടുത്ത പോക്ക് ഇതൊക്കെ കൊടുക്കാനുള്ള പോക്കാണ്. ഞാനും ഏട്ടായും എല്ലാ കൊല്ലം ഈ ഉത്രാടത്തിലന്ന് 2 വീലർ എടുത്ത് ഇറങ്ങാറുണ്ട് കേട്ടാ. കാഴ്ചകളൊക്കെ കാണാനും ഈ വഴിയോരത്ത് ഇഷ്ടം അത് കച്ചവടക്കാരൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഈ തവണ അവരുടെ അടുത്തൊന്നും പോകാനൊന്നും പറ്റിയില്ല. നമ്മൾ 2 വീലറിനല്ല കാറിനായിരുന്നു കേട്ടാ. ഏട്ടായിക്ക് കൈക്ക് പാടില്ലാത്തതുകൊണ്ട് കാറിനാണ് ഈ തവണത്തെ യാത്ര മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ ദേ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ അച്ചുവിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഓണത്തിന് അച്ചുവിന് ഞങ്ങളുടെ വക ഒരു ഓണക്കോടി കൊടുക്കാറുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ വന്ന കാര്യമോ ഒന്നും അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. സർപ്രൈസായിട്ട് കയറി ചെല്ലേണ്ട ചെയ്തത്. ഞങ്ങളെ കണ്ടോടെ ആൾ ഓടിക്കളഞ്ഞ്, ഒന്നും പറഞ്ഞില്ല, മേക്കപ്പ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആളങ്ങ് ഓടിയട്ടാ. കണ്ട മുഖത്ത ചമ്മല് കണ്ട. ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ചു പറയാതെ പോയതാണ്. വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആൾ ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ഇട്ട് നിന്നാനെ. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ആള് വേഗം പോയി ഒരുങ്ങുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ നൈസായിട്ട് ഞങ്ങളുടെ വക ഒരു പണി കൊടുത്തതാണ്. എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഒരുമിക്കലും ചോദിക്കണ ഒരു കാര്യമാണ് അച്ചുവിന്റെ ഹസ്ബൻഡ്. അപ്പൊ ദേ ഇതാണ് ട്ടാ അച്ചുവിന്റെ ഹസ്ബൻഡ്. അങ്ങനെ ദേ അച്ചുവിനുള്ള ഗിഫ്റ്റൊക്കെ അച്ചുവിന്റെ കൈ കൊടുത്തിട്ടാ. അപ്പൊ ആളോട് പറഞ്ഞ് കൈയോടെ പൊട്ടിച്ച് നോക്കാനായിട്ട്. ആർക്ക് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സാരി ആയിരുന്നു കേട്ടോ. അച്ചു സാരി കൊടുത്താൽ നല്ല ഭംഗിയാണെന്ന് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തവണ അച്ചുവിന് ഓണക്കോടിയായിട്ട് സാരി മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ദേ അച്ചുവിൻ്റെ ഓണക്കോടി അച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഫോട്ടോ ഇടാട്ടാ. അച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മക്കും ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയാണ് പോയത്. പക്ഷെ അവിടെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഓണ സെലിബ്രേഷനായിട്ട് അച്ഛൻ പോയേക്കായിരുന്നു കേട്ടാ. ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ അമ്മ മുട്ടം പണിയിലായിരുന്നു കേട്ടാ. പിന്നെ ദേ അച്ഛൻ്റെയും അമ്മയുടെയും ഓണക്കോടി അമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തിട്ടാ. പല്ല് വെക്കാത്തോണ്ടാണ് കേട്ടാ അമ്മ ചിരിക്കാതെ ഇങ്ങനെ നിൽക്കണത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് വാച്ചമ്മക്കും പിള്ളേർക്കുള്ള ഓണക്കോടി അങ്ങോട്ട് കൊടുത്തിട്ടാ. ഓണക്കോടി കിട്ടിയോടെ നന്ദൂസും കിച്ചുമോനും ഹാപ്പിയായി. അപ്പോൾ ദേ ഞങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ ഇത്ര ഉള്ളട്ടാ. നിങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇനി പുതിയ വീഡിയോ ഇട്ട് നാളെ കാണാം. ടാറ്റാ.